കുഴപ്പമില്ല, തെറ്റിയാൽ ഞാൻ എഡിറ്റ് ചെയ്ത് എടുത്തോളാം. റെക്കോർഡിംഗ് ഓൺ അല്ലേ? എന്നെ കിട്ടുന്നുണ്ടോ? ഇതും കിട്ടുന്നുണ്ടോ? ഓക്കെ. ഞാൻ ഇന്നൊരു വെറൈറ്റി മൈൻഡ് ഇൻഫ്ലുവൻസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഈ ഓരോ നമ്പേഴ്സ് കണ്ടായിരുന്നു, 1 2 3 4 5. ഈ നമ്പേഴ്സിന്റെ ബാക്കിൽ ഞാൻ ഓരോ ഗിഫ്റ്റുകൾ വെച്ചിട്ടുണ്ട്. ഈ ഇതിൽ ബാക്കിൽ മോന് ഇഷ്ടമുള്ള ഒരു നമ്പർ പറയാം. മോൻ ഏത് നമ്പറാണ് പറയുന്നത് ആ നമ്പറിന്റെ ബാക്കിൽ ഞാൻ ഒരു ഗിഫ്റ്റ് വെച്ചാൽ ആ ഗിഫ്റ്റ് ഞാൻ മോന് തരും. ഓക്കെ? മോൻ ഇഷ്ടമുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്യാം. 5 സെലക്ട് ചെയ്യാൻ എന്തെങ്കിലും കാരണമുണ്ടോ? ഇത് ചേഞ്ച് ചെയ്യണോ? ഞാൻ വീണ്ടും ചോദിക്കുകയാണ്. 5 തന്നെ മതി. മോന് വേണമെങ്കിൽ 1 2 3 4 സെലക്ട് ചെയ്യാം. വേണം ചേഞ്ച് ചെയ്യാം. 5 തന്നെ മതി. 5ന്റെ ബാക്കിലെ ഗിഫ്റ്റ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ചേഞ്ച് ചെയ്യണ്ടാലോ? ഇതിന്റെ ബാക്കിലെ ഗിഫ്റ്റ് കണ്ട് മോൻ ഞെട്ടും. ഈ ഗിഫ്റ്റ് ഞാൻ മോന് തരണമെന്നാ. എന്തായാലും ഈ ഗിഫ്റ്റ് ഞാൻ മോന് തരും. ചോക്ലേറ്റ് ബാർ 5 സ്റ്റാർ ആണ്. 5 സ്റ്റാർ ഞാൻ മോന് തരും. ഇപ്പൊ മോൻ ഇതല്ല വേറൊരു നമ്പറാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ 1 2 പറയാം, 2 പറയാം, 3 പറയാം, 4 പറയാം. ഇത് പറഞ്ഞെങ്കിൽ മോൻ എന്ത് ഗിഫ്റ്റ് കിട്ടുമായിരുന്നു അറിയാമായിരുന്നു. നമുക്കിതിന് തിരിക്കാം. ഇതായിരുന്നു പറഞ്ഞ 1 എന്ന് പറയും ഞാൻ മോന് കാർ ഗിഫ്റ്റ് ആയിട്ട് തരുമായിരുന്നു. 2 ആയിരുന്നെങ്കിൽ മോനൊരു ബൈക്ക്. 3 ആണെങ്കിൽ 10 ദിവസം തായ്ലാൻഡിൽ ഒരു ടൂറിന്റെ തരുമായിരുന്നു. 4 ആയിരുന്നെങ്കിൽ യൂറോപ്പിലൊരു ടൂറ്. പക്ഷെ മോൻ ഏറ്റവും കുറഞ്ഞ ചെറിയൊരു ഗിഫ്റ്റാണ് പറഞ്ഞത്. ഇതാണ് എനിക്ക് ഇത് എന്താ ഇവിടെ നടന്നത് വെച്ചാൽ മൈൻഡ് ഇൻഫ്ലുവൻസ്. എനിക്കറിയാം ഈ 4 നമ്പറിലുള്ളത് മോൻ പറഞ്ഞാൽ എനിക്ക് 8ന്റെ പണി കിട്ടും. ആ നമ്പർ പറയിപ്പിക്കാതെ ഞാൻ മോനെ കൊണ്ട് 5 മോൻ മനസ്സിൽ തോന്നി പറഞ്ഞല്ലേ, പക്ഷെ ആ നമ്പർ ഞാൻ മോന്റെ മനസ്സ് ഇൻഫ്ലുവൻസ് ചെയ്ത് മോനെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഓക്കെ, താങ്ക് യു.